رسول الله قال قلت يا رسول الله ما حق زوجة أحدنا عليه ഞങ്ങളുടെ ഭാര്യമാർക്ക് ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നബിയേ? ഞങ്ങളുടെ ഭാര്യമാർക്ക് ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അൻതുതിഇമഹാ ഇദാ തുഇംത വതസ്തുവഹാ ഇദാ തസൈത വലാ തദ്രിബൽ വജ്ഹാ. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? അവൾക്കും നല്ല ഭക്ഷണം നിങ്ങൾ കൊടുക്കുക. നിങ്ങൾ വസ്ത്രം നല്ല വസ്ത്രം ധരിക്കുന്നുണ്ടോ? അവൾക്കും നല്ല വസ്ത്രം നിങ്ങൾ കൊടുത്ത് ധരിപ്പിക്കണം. ഇത് പറഞ്ഞിട്ട് കാരുണ്യത്തിന്റെ നേതാവിന്റെ മറുപടി ലാ തുദ്രിബൽ വജ്ഹാ. മുസ്ലിമീങ്ങളെ ഭാര്യമാരുടെ മുഖത്തടിക്കരുത്, ആ പെണ്ണിനെ അടിക്കരുത്, അവിടെ മുഖത്തടിക്കരുത്. ولا تقبح ولا تقبح أي لا تسمعها المكروه والقبيح من الكلام ولا تشتمها. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തുഖബ്ബിഹ്, ദടക്കാകുന്ന ദടച്ചു പിടിച്ചൊരു വാക്ക് ആ പെണ്ണിനെ നിങ്ങൾ കേൾപ്പിക്കരുതേ. ഭർത്താവാണോ, ഒരു തന്റേടമുള്ള ഭർത്താവാണോ, മാത്രമല്ല ഒരു റജുലിയത്ത് എന്ന് പറയാൻ പറ്റുന്ന പുരുഷനാണോ? മനുഷ്യ, നമ്മുടെ നാവുകൊണ്ട് ഭാര്യ കേൾക്കത്തക്ക വിധത്തിൽ ഒരു മോശപ്പെട്ട പദം വന്നു പോകരുത്. ചീത്തയെന്ന ചീത്തവാക്ക് എന്ന് പറയപ്പെടുന്ന ഒരു കെലിമ നമ്മുടെ നാവിലൂടെ പറഞ്ഞു പോകുന്നത് അവളത് കേൾക്കാൻ പാടില്ല. ലാ തുസ്മിഇഹാ, നീ അവളെ കേൾപ്പിക്കരുത്. അൽ മക്റൂഹ വൽ ഖബീഹ മിനൽ കലാം. ഇന്ന് ചില പുരുഷന്മാരുടെ നാവ് തുറക്കുന്നത് തന്നെ ആ ശൈലിയിലുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ടായിരിക്കും. എന്നാൽ റസൂലുള്ള പറയാ, അത് കേൾപ്പിക്കരുത്. വലാ തസ്തിംഹാ, ആ പെണ്ണിനെ ചീത്ത പറയരുത്. ലാ തഖുൽ ലഹാ ഖബ്ബഹത്തില്ലാഹ്, ലാ തഖുൽ, നീ അവളോട് പറയരുത് ഖബ്ബഹത്തി, ശപിക്കുന്ന ഒരു ശാപത്തിന്റെ മേൽ അറിയിക്കുന്ന വാക്കുപോലും പറയരുത്. ഖബ്ബഹത്തില്ല, ദടച്ചു പിടിച്ചൊരു പെണ്ണ്, ദടച്ചു പിടിച്ചൊരു പെണ്ണ് എന്നുപോലും ദേഷ്യം പിടിക്കുന്ന ഒരു ഒളബ്, വല്ലാത്ത ഒളബിന്റെ ഘട്ടമാണ്. ആ സമയത്ത് പോലും വന്നു പോകരുത്. അതൊരു ഭർത്താവ് ഭാര്യയിൽ നിന്ന് ഭാര്യയുടെ അരികിൽ സംസാരിക്കുമ്പോ സംസാരത്തിലുള്ള ഒരു മര്യാദയാണ്. ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോ, മനുഷ്യ പെണ്ണിന്റെ മുഖത്തടിക്കരുത്, പെണ്ണിന്റെ തലക്കടിക്കരുത്, പെണ്ണിന്റെ പുറത്തടിക്കരുത്. ഹദീസ് വിശദീകരിച്ച് പണ്ഡിത മഹത്തുക്കൾ വിവരിക്കുന്നു, ഒരു പെണ്ണിനെ കാര്യമില്ലാതെ മുറിയാകുന്ന വിധത്തിൽ, രക്തം വരുന്ന വിധത്തിൽ, മുറിവേക്കുന്ന വിധത്തിൽ ഭാര്യയെ അടിച്ചു പോകല്ല. كتاب الذخيرة وأفضلها منع الجماع خروجها بلا إذن زوج من محل الإقامة وترك صلاة ترك زين لنفسها وخامسها ترك لغسل الجنابة. അടിക്കുകയാണോ? 5 കാര്യത്തിന് വേണ്ടി അടിക്കാം. ഭാര്യമാരെ ആവശ്യമില്ലാതെ അടിക്കുന്ന ഒരുപാട് പുരുഷന്മാർ ഇനി വ്യാപിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പ്രസംഗത്തിൽ പറയേണ്ട ആവശ്യമില്ല. അതേ സ്ഥാനത്ത് അടിക്കണം, 5 കാര്യത്തിന് വേണ്ടി അടിക്കണം, നിർബന്ധമുള്ളതായിട്ടല്ല അടിക്കാം. ഏതാണത്? മഹാന്മാർ പഠിപ്പിക്കുന്നു, ജിമാഇന് അനുവദിക്കാത്ത സ്ത്രീകളെ അടിക്കേണ്ടി വന്നാൽ അടിക്കാം. ഖുറൂജുഹാ ബില്ലാ ഇദ്നി സൗജിൻ മിൻ മഹല്ലിൽ ഇഖാമത്തി, ഭർത്താവിന്റെ സമ്മതമില്ലാതെ
എന്റെ വാല് കേൾക്കുന്ന സ്ത്രീകളെ, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരി, ഭർത്താവിന്റെ സമ്മതമില്ലാതെ ചുമരിനോട് ചാരി നിൽക്കുന്ന അപ്പുറത്തെ വീട്ടിലേക്ക് പോലും നിങ്ങൾക്ക് പോകാൻ പാടില്ല. ഒരു പെണ്ണിന് ഇസ്ലാം പഠിപ്പിക്കുന്ന നിയമമാണ്. ഭർത്താവിന്റെ സമ്മതമില്ലാതെ അയൽപ്പക്കത്തെ വീട്ടിലേക്ക് പോലും പോകരുത്. സമ്മതമുണ്ടെങ്കിലേ പോകാവൂ. സമ്മതമില്ലാതെ പോകുന്ന പെണ്ണാണോ, ഓ ഈമാനുള്ള മനുഷ്യ, ആ പെണ്ണിനെ നിനക്കടിക്കാം. ദീന് പഠിപ്പിക്കുന്നു. അതിനാണോ അടിക്കുന്നത്? അടിച്ച ആളുകളൊക്കെ മനസ്സാത്തോടെ ഇങ്ങനെ ചോദിച്ച പടക്കമെന്ന് ഞാൻ കുറെ അടിച്ചല്ലോ. അടിച്ചെടുത്ത് ഏത് വിഷയത്തിന്, ഏതൊക്കെ വിഷയത്തിനായിരിക്കും അടിച്ചിരിക്കുക? നമ്മളിങ്ങനെ വിലയിരുത്തും. അത്യാവശ്യം അടിച്ചിട്ടെന്നായിരിക്കും നമ്മളെ കൂടി ഇരിക്കുന്നത്. എന്നാൽ നമ്മളിങ്ങനെ വിലയിരുത്തുക, ഏത് കാര്യത്തിനാണ് നമ്മൾ അടിക്കേണ്ടത്, അടിച്ചത്. وتركوا صلاة تركوا زين لنفسها وخامسها ترك لغسل الجنابة وتركوا صلاة. നിസ്കാരം നിസ്കരിക്കാത്ത പെണ്ണാണോ? ഭാര്യ നിസ്കരിക്കാൻ കുറച്ച് മടിയാ, എന്തോ അവനിൽ നിന്ന് നമ്മൾ കാണുന്നു. നിസ്കാരം വളരെ പിന്നോക്കമാണ്, എന്നാൽ അവളെ അടിച്ചോളൂ, അനുവദനീയമാണ്, അവളെ അടിക്കാം. ഒരു സ്ഥലത്ത് ഇത് പ്രസംഗിച്ചപ്പോ സ്റ്റേജിന്റെ ബാക്കിന് ഒരു ഉമ്മാമ, പ്രായമുള്ള ഒരു ഉമ്മാമ, നല്ല ആ ഉമ്മാമ ഒരു ശബ്ദം, പ്രായം നമ്മളൊക്കെ വലിയമ്മയുടെ പ്രായമാണ്. ആ ഉമ്മ എന്താ ഞങ്ങളടിക്കാൻ വേണ്ടി വല്ലാതെ ആവേശത്ത് പറയുന്നുണ്ടല്ലോ, ഞങ്ങളടിക്കണം ഞങ്ങളടിക്കണം. സുബിഹിട്ട് പോയിട്ട് എത്ര തട്ടിയാലും നീക്കില്ല നിങ്ങളെ കൂട്ടം, എന്നാ ഞങ്ങൾക്കൊന്ന് അങ്ങോട്ട് അടിച്ചു. ഒരു ഉമ്മാമയുടെ സംശയം, എത്ര വിളിച്ചാലും നിങ്ങളെ കൂട്ടര് നീക്കുന്നില്ല, എന്നൊന്ന് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്, ഞാനതോടെ പറയും. കാലിങ്ങനെ കേൾക്കുമ്പോ ചിലപ്പോ സ്ത്രീകളിങ്ങനെ പൊങ്ങിയിരിക്കുന്നുണ്ടാവും. നാളെ സുബഹിക്ക് ഒരു കട്ടൻ ചായ പോലും കിട്ടൂല, അത് നമ്മൾക്ക് നിങ്ങൾ ഉണ്ടാക്കി തരും എന്ന് പറയാൻ കാത്തിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാക്കി. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഇരിക്കട്ടെ, ഞാനിപ്പോ പറഞ്ഞു വരുമ്പോ ഈ ഭാഗത്തിലൂടെ അങ്ങ് വന്നു എന്ന് മാത്രം. അപ്പൊ ആ ഉമ്മാവയോട് തെറുക്കു സലാ, നിസ്കരിക്കാത്ത പുരുഷന്മാർ, നിസ്കരിക്കാത്ത ഭാര്യമാർ, അവരെ അടിക്കൽ ജായിസാണ്. ഒരു പെണ്ണ് നിസ്കരിച്ചില്ലെങ്കിൽ അവളെ അടിക്കാം. തെറുക്കു ജയിലിൽ നഫ്സിഹ, വൃത്തിയില്ലാത്ത പെണ്ണ്, വൃത്തിയില്ലാതെ അത് അവൾ ഭർത്താവിന്റെ മുന്നിൽ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ആ സമയത്ത് കുറച്ച് വിശദമായി നമുക്ക് വായിക്കാം. ഞാൻ പറയുന്നത്, വൃത്തിയില്ലാതെ നടക്കുന്ന പെണ്ണ്, എപ്പോ നോക്കിയാലും ആ കളി പിടിച്ച ആ വസ്ത്രം, പുറത്തിറങ്ങിയാലോ സുബ്ഹാനല്ലാഹ് കോടിയുടെ വസ്ത്രം, 10,000 രൂപ വില പിടിക്കുന്ന വസ്ത്രം. ഭർത്താവ് വീട്ടിൽ വന്നാലോ ആ 10 കൊല്ലം മുമ്പുള്ള ആ കറി പിടിച്ച വസ്ത്രം ഉണ്ടല്ലോ, ആ കുപ്പ കണ്ടാ തന്നെ പെട്ടു, കണ്ടാ തന്നെ ഒരു അലർജി വന്നു. എന്തൊരു വൃത്തികെട്ട പെണ്ണ് തോന്നിപ്പോയി. മരണം വരെ ദാമ്പത്യ ജീവിതം സന്തോഷകരമാക്കി എടുക്കാൻ ആഗ്രഹമുള്ള പുരുഷന്മാരെ, ഭാര്യ വൃത്തിയില്ലാതെ നടക്കുന്നത് കണ്ടാൽ അവളെ ഉപദേശിക്കാം, എന്നിട്ട് അനുവദിച്ച് സ്വീകരിക്കുന്നില്ലെങ്കിൽ, നടപ്പിൽ വരുത്തുന്നില്ലെങ്കിൽ അവളെ അടിക്കാം. ആ പെണ്ണിന്റെ കുളി നിർബന്ധമായാലും എന്ത് വന്നാലും ആടിനേക്കാളൊപ്പം കുളിക്കൂല, അല്ലാത്ത മടിയുള്ള പെണ്ണ്, എന്നാലും കൊടുത്തോളി വന്നു. അല്ലാതെ കാര്യമില്ലാതെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഭക്ഷണത്തിൽ മുടി കണ്ടതിന്റെ പേരിൽ, ഭക്ഷണത്തിൽ ഉപ്പ് കൂടിയതിന്റെ പേരിൽ, ഉപ്പ് കുറഞ്ഞതിന്റെ പേരിൽ, ഒരു കുട്ടി വീണതിന്റെ പേരിൽ, കരഞ്ഞതിന്റെ പേരിൽ, കരയാത്തതിന്റെ പേരിൽ അതിനൊന്നും ഭാര്യമാരടിക്കാൻ പറ്റൂല, ഭാര്യമാരെ ചീത്ത പറയാൻ പറ്റൂല. പക്ഷെ അവർക്ക് കൊടുക്കേണ്ടുന്ന എല്ലാ സ്ഥാനങ്ങളും നമ്മൾ അവർക്ക് വകവെച്ചു കൊടുക്കണമെന്ന് തന്നെയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നിട്ട് മഹാന്മാർ പഠിപ്പിക്കുന്നു, يحسن التوفيق بين إرضاء زوجه وبر والدته
ഒരു തന്റേടമുള്ള പുരുഷൻ, ഒരു തന്റേടമുള്ള ഭർത്താവ് പ്രധാനമായും ചിന്തിക്കേണ്ടെന്ന ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം അതാണ് ഇവർ വിവരിക്കുന്നത്. അവന്റെ ഭാര്യയും അതുപോലെ അവന്റെ ഉമ്മയും ഉമ്മാക്ക് ഗുണം ചെയ്യണം. ഭാര്യയെ തൃപ്തിപ്പെടുത്തുകയും വേണം. അതിനുള്ള വഴി എന്താ? ഭാര്യയെ പാവപ്പെട്ട പെൺകുട്ടി ആ പെണ്ണിനെ കൈയിടിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് എന്നെ പെറ്റ ഉമ്മ, ആ ഉമ്മാക്ക് ഗുണം ചെയ്യണം. ആ ഉമ്മയെ മാറ്റി നിർത്താനും പറ്റില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിമീങ്ങളെ, ഈമാനുള്ള വഅദ് കേൾക്കുന്ന നല്ലവരായ സഹോദരിമാരോട്, ഉമ്മമാരോട്, നിങ്ങളോട് ഞാൻ ചിലത് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മാതാപിതാവിന് ഉമ്മയെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അവരുടെ സൃഷ്ടി ഉണ്ടാക്കും. അതേ സ്ഥാനത്ത് ചില പെൺകുട്ടികളുടെ സാധുക്കളാ, പാവങ്ങളാ. കൂട്ടുകാര്, എന്റെ ചെറുപ്പക്കാര്, അതാ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. മക്കൾ ഭക്ഷണം കഴിക്കുമ്പോ ഉമ്മ ഭക്ഷണം കഴിക്കാതെ ഒരു ഭാഗത്ത് കരഞ്ഞിരിക്കുക. മക്കൾ ചോദിക്കുന്നു, ഉമ്മ എന്റെ ഉമ്മ കഴിക്കാത്തത്? ആ ഉമ്മയുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. ഉമ്മ പറയുന്നു, മക്കളെ, വാപ്പ ജിദ്ദയിലല്ലേ, ഉപ്പ ഭക്ഷണം കഴിച്ചോ? അങ്ങനെ മക്കളെ നിങ്ങളെ വാപ്പ ഭക്ഷണം കഴിച്ചോ? ഉപ്പാക്കാരെങ്കിലും ഒരു പിടി ചോറ് കൊടുത്തിട്ടുണ്ടോ? ഉപ്പ അവിടെ നിന്ന് കഷ്ടപ്പെടുകയാണോ? വാപ്പ എന്താണ് ചെയ്യുന്നത്? എന്താണ് ഉപ്പ ചെയ്യുന്നത്? ഇത് ഓർത്തുകൊണ്ട് നമ്മുടെ ഭാര്യമാര് കരയുന്നു. എത്ര സ്ത്രീകളാണ് ഭർത്താവെന്ന് കൺമറയുമ്പോ ഒരു തുള്ളി വെള്ളം നിറക്കാതെ എപ്പോഴും ഭർത്താവിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് യാ റബ്ബൽ ആലമീൻ, യാ റബ്ബൽ ആലമീൻ, അർഹമുർ റഹീമായ റബ്ബേ, എന്റെ ഭർത്താവിന് ഒരു വിഷമം കൊടുക്കല്ല അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ റഹ്മാനേ, ആ ജോലിയിലും മറ്റുമൊക്കെ ബർക്കത്ത് കൊടുക്കണം. അതാ പെൺകുട്ടി ദുആ ചെയ്യുന്നു. എത്ര സഹോദരിമാരാണ്, ഓ പുരുഷന്മാരെ, ആ പെൺകുട്ടിയെ കൈയിടിക്കല്ല. ചില ഉമ്മമാര് നാടുകൾ നടക്കുന്ന അമ്മായി പോരുണ്ട്. ഒരു വൃത്തികെട്ട മുസീബത്ത് പോരാണ്, വല്ലാത്തൊരു പോരാണ്. ഞാൻ ആ പോരിനെ കുറിച്ച് പറയുന്നില്ല. പ്രവാസികളുടെ കണ്ണീര് കാണാൻ ആരുണ്ടോ? ഉമ്മയുണ്ടോ? വാപ്പയുണ്ടോ? പെങ്ങളുണ്ടോ? മക്കളുണ്ടോ? ഒരു ചോദ്യാവലി വെച്ച് ഒരു പ്രഭാഷണം എടുത്ത് നടത്തേണ്ടി വന്നു. പ്രവാസികളുടെ കണ്ണീര് കാണാൻ ആരുണ്ട്? നിറഞ്ഞു കിടക്കുന്ന അമ്മായി പോരുകൊണ്ട് വിഷമിച്ച് നടക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ നാടുപിടച്ച് നടക്കുന്നത് ഞാൻ സ്ഥലത്ത് വെച്ച് പ്രസംഗിച്ചപ്പോ വല്ലാതെ പറഞ്ഞുപോയി. അതിന് സീഡ് കണ്ടിറങ്ങിയിട്ടുണ്ട്. ഞാനിത് പറയുന്നത്